തീർച്ചയായും നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ റോൾ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത വ്യവസായ മേഖലയാണ്. അതുമാത്രവുമല്ല WTOയുടെ അതായത് ലോക വ്യാപാര സംഘടനയുടെ ഭൂപ്രദേശ സൂചകം എന്ന പ്രത്യേകത കൂടി അംഗീകാരം കൂടി ലഭിച്ച ഒരു മേഖലയാണ് ഈ ആലപ്പുഴയിലെ ഈ തീരപ്രദേശങ്ങൾ എന്നത്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കയറിന് വലിയ ആഗോള വിപണി അടക്കം കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു മേഖലയാണ് വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നത് എന്നത് തന്നെയാണ് ശരണ്യയുടെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്ന പോലെ. നമ്മൾ ശരണ്യ സ്നേഹജനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഇത് എന്നതാണ്. ആ മേഖലയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെയുള്ള മേഖലയിൽ ആണ് ഈ കൂലി ഇല്ലായ്മ അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഒരു ദിവസം മുഴുവൻ ഇവർ ജോലി ചെയ്താൽ പോലും അവർക്ക് ലഭിക്കുന്നത് 400 രൂപ മാത്രം എന്നതാണ്. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഡേറ്റകൾ കൂടിയൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ഈ കൂലി പോലും വളരെ കൃത്യമായി അവർക്ക് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. കയർഫെഡ് സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ളത് സംഘങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് നൽകി വരുന്ന ഗ്രാറ്റുവിറ്റി ഇവയൊന്നും തന്നെ നൽകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആക്ഷേപം ആണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കയർ മേഖല പോകുന്നത് എന്നാണ് പറയുന്നത്. കയർഫെഡിന് ഏതാണ്ട് 30 കോടി രൂപ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എങ്കിൽ കയർ കോർപ്പറേഷൻ്റേത് 17 കോടി രൂപയാണ്. അതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ ഇനത്തിൽ 30 കോടിക്കടുത്ത് കടം നിലനിൽക്കുന്നത്. അങ്ങനെ ഇത്രയും പണം, അതായത് ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ഡേറ്റ എന്നത് കയർ സംഘങ്ങൾക്ക് സർക്കാർ നൽകുവാനുള്ള കുടിശ്ശിക അല്ലെങ്കിൽ ബാധ്യതയുടെ ഒരു കണക്കാണ്. അതായത് ബജറ്റിലൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, വലിയ ആനുകൂല്യങ്ങൾ എന്ന പ്രഖ്യാപനം നടത്തുന്നു. അതെല്ലാം ഭരണകക്ഷി ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്നു, വലിയ സംഭാവന എന്ന നിലയിലൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷേ ഈ പ്രാക്ടിക്കൽ ആയിട്ട് ഈ തുകയൊന്നും അവരിലേക്ക് എത്തിപ്പെടുന്നില്ല എന്ന് വേണം നമുക്ക് ഈ കണക്ക് തന്നെ മനസ്സിലാക്കാൻ. അതായത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത അല്ലെങ്കിൽ കുടിശ്ശികയാണ് ഇപ്പോൾ തന്നെ വരുത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ സഹകരണ സംഘങ്ങൾക്ക് ഉൾപ്പെടെ നിലനിൽക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മേഖല നേരിടുന്ന പ്രതിസന്ധി? ശരണ്യ സ്നേഹജൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ശരണ്യയിലേക്ക് പോകുമ്പോൾ ശരണ്യ, ഇപ്പോൾ ഈ കണക്കുകൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. അതായത് കോടിക്കണക്കിന് രൂപ പല ഭാഗങ്ങളിലായി നൽകാൻ ഉണ്ട് എന്നത് ഈ ഡേറ്റയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്ത് പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്? ഈ പ്രതിസന്ധിക്ക് എന്തെങ്കിലും പരിഹാരം ഇവർ കാണുന്നുണ്ടോ? അതിൻ്റെ സൂചന പോലുമുണ്ടോ? അഭിലാഷ്, ഇന്നലെ കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനമുണ്ടായി. 110 കോടി രൂപയാണ്, അതായത് 107 കോടി രൂപയിൽ നിന്നും കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച 107 നിന്ന് 110ലേക്ക് വർധനവ് വന്നു എന്നുള്ളതാണ്. അതായത് വളരെ തുച്ഛമായ തുകയുടെ വർധനവ് മാത്രമാണ് പരമ്പരാഗത കയർ വ്യവസായ മേഖലയിൽ ഉണ്ടായത് എന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തുക നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് അഭിലാഷ് നേരത്തെ പറഞ്ഞ കണക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയേണ്ടി വരുന്നത്. അതായത് കയർ തൊഴിലാളി സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വലിയ തോതിൽ ഉൽപാദനം കൈവരിച്ച 2 സർക്കാർ, അത് 2010 VS സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. VS സർക്കാർ സമയത്ത് നേരത്തെ തൊഴിലാളികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് കയർ മന്ത്രി G സുധാകരനാണ്, ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മന്ത്രിയാണ്. അത് കഴിഞ്ഞ് തോമസ് ഐസക് വരുന്നു. ഈ 2 പേരും അന്ന് ഈ മേഖലയുടെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോയൊരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു അപ്പെക്സ് ബോഡി രൂപീകരിച്ച് ഈ അപ്പെക്സ് ബോഡിയുടെ ഇടപെടലോട് കൂടിയാണ് എല്ലാ മാസവും ചേരുന്ന ആ യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അടുത്തത് എന്ത് നീങ്ങണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്. കയർ ഫെസ്റ്റ് അടക്കമുള്ള ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചു, വിദേശ കമ്പനികളെ ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. എല്ലാ പഞ്ചായത്തുകളിലേക്കും ഉള്ള അവിടെ കയർ ഭൂവസ്ത്രം, അതായത് തീരദേശ മേഖലകളിൽ ഉപയോഗിച്ചു, കനാൽ നിർമ്മാണത്തിന് പുറംബണ്ട് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചു, റോഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. അങ്ങനെ വളരെ പ്രാക്ടിക്കലായി എങ്ങനെ ഇത് ഈ സഹകരണ സംഘങ്ങളുടെ ഉൽപ്പാദനങ്ങൾ എങ്ങനെ വിറ്റഴിക്കാം എന്നുള്ള കൃത്യമായൊരു രീതി ഈ അപ്പെക്സ് ബോഡിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ആദ്യം സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ അപ്പെക്സ് ബോഡി അങ്ങ് പൂർണ്ണമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ബോഡിയിലുള്ളത് കയർ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഗവേഷണം നടത്തുന്ന ആളുകളുമാണ്. ഇതിന്റെ പ്രായോഗിക തലം ചർച്ച ചെയ്തിരുന്ന ആ ഒരു ബോഡിയെ മൊത്തത്തിൽ മാറ്റി. അതിൽ കയർ സഹകരണ സംഘങ്ങളുടെ ആളുകളുണ്ടായിരുന്നു, തൊഴിലാളികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കയറ്റുമതി
സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കോർപ്പറേഷന്റെയും കയർഫെഡിന്റെയും ഉൾപ്പെടെയുള്ള ഈ പ്രായോഗിക തലത്തിൽ താഴെ തട്ടിൽ ഇതിൽ ഇടപെടൽ നടത്തുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു ഇതിനെ മൊത്തത്തിൽ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ആ സംവിധാനത്തെ മുഴുവനായി തകർത്തുകൊണ്ട് ഈ ഡയറക്റ്റ് ബന്ധമില്ലാത്ത എന്നാൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകളെ വെച്ച് ഒരു ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത രീതിയിൽ ഈ 5 വർഷം മുന്നോട്ട് പോയപ്പോഴാണ് 3 ലക്ഷത്തോളം തൊഴിലാളികൾ വരുന്നത്. ഇപ്പോൾ അമ്പലപ്പുഴ നോക്കുകയാണെങ്കിൽ അമ്പലപ്പുഴ ആലപ്പുഴ താലൂക്കുകളിൽ തന്നെ 45,000-ത്തോളം കയർ ഫാക്ടറി തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. അവിടെ ഇന്ന് അത് 10,000-ൽ താഴെയായി ഈ 5 വർഷം കൊണ്ട് ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത് മാറി എന്നുള്ളതാണ്. അതായത് കയർ ഫാക്ടറി തൊഴിലാളി നമ്മൾ ഇന്നലെ കണ്ടത് ടി വി തോമസിന്റെ കാലഘട്ടം മുതലുള്ള നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച ന്യൂ മോഡൽ സൊസൈറ്റിയാണ്. വളരെ അഭിമാനത്തോടു കൂടി സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്ന ആ ന്യൂ മോഡൽ സൊസൈറ്റിയിൽ 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത സ്ഥലത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇന്നലെ അവിടെ പ്രവർത്തിക്കുന്നത് ആകെ ഒരു തറ മാത്രമാണ്. അതായത് ബഡ്ജറ്റ് പ്രഖ്യാപനം നടക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ആകെ ഒരു തറയിൽ ഒരു തൊഴിലാളിയാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ആ കയറ് പിരിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് അവിടെ ഉള്ളത്. അതായത് ഇത്രയധികം തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഇടം ശ്മശാന മൂകതയോടെ കിടക്കുന്ന സാഹചര്യത്തിലേക്ക്, അത്ര ദുരിത സമാനമായ സാഹചര്യത്തിലേക്ക് ആ മേഖലയെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അത് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കയർ മന്ത്രിക്ക് കൃത്യമായ ഒരു ഇടപെടൽ ഈ മേഖലയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന കശുവണ്ടി, ഖാദി, അതുപോലെ തന്നെ കയർ തൊഴിലാളികൾ അടക്കമുള്ള തൊഴിലാളി വർഗ സമീപനത്തിൽ നിന്നും അവരിൽ നിന്നും മാറി മറ്റു വലിയ പ്രോജക്റ്റുകൾ, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. അടിസ്ഥാന വർഗത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ആ നിലപാടിൽ നിന്ന് മാറി എന്നുള്ളതാണ്. 110 കോടി രൂപയുടെ പ്രഖ്യാപനത്തിലേക്ക് ഈ സർക്കാർ നിൽക്കുമ്പോൾ അത് ഒരു സമഗ്ര മത്സ്യത്തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകൾക്കോ കൊടുക്കുന്ന പോലെ ഒരു സമഗ്ര പാക്കേജ് ആയിരുന്നു കയർ മേഖല പ്രതീക്ഷിച്ചത്. പക്ഷെ കഴിഞ്ഞ 2 ടേമുകളിലെ ബഡ്ജറ്റുകൾ പോലെ തന്നെ ഇത്തവണയും വലിയ അവഗണന കയർ മേഖലയോട് കാണിച്ചു എന്നുള്ളതാണ്. ഒരു ചെറിയ കണക്ക് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഇവർ പറയുന്നത് 110 കോടി രൂപ ഇത്തവണ അനുവദിച്ചു എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തവണ സഹകരണ സംഘങ്ങൾക്ക് കയർ ഫെഡ് നൽകാനുള്ളത് 30 കോടി രൂപയാണ്. ഒപ്പം തന്നെ കയർ കോർപ്പറേഷൻ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ളത് 17 കോടിയാണ്. ഈ കയർ നിരവധി തൊഴിലാളികൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളുണ്ട്. അവർക്ക് 5 വർഷമായി ക്ഷേമനിധി ആനുകൂല്യങ്ങൾക്ക് ഇനത്തിൽ കൊടുക്കാനുള്ളത് 30 കോടിയാണ്. അതിൽ നിന്ന് ഗ്രാറ്റുവിറ്റി, അതായത് തൊഴിലാളികൾ വിരമിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുത്തായിരുന്നു തൊഴിലാളികളെ കഴിഞ്ഞ 2 ടേമുകൾ ഇടതുപക്ഷ സർക്കാർ വന്ന സമയത്തും തൊഴിലാളികൾ ഈ സംവിധാനത്തിൽ നിന്ന് വിരമിച്ചു പോന്നിരുന്നെങ്കിൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ളത് 17 കോടി രൂപയാണ് ആ ഗ്രാറ്റുവിറ്റി ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത്. സംഘങ്ങൾക്ക് മെഷീനുകൾ, അതായത് മെഷീനറികൾ നൽകി കുറച്ചുകൂടി അത് ആധുനികവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു തൊഴിലാളികളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി, ആ പ്രോജക്റ്റുകളുടെ ഒരു കണ്ടിന്യൂറ്റി പോലും എടുക്കാൻ തയ്യാറായില്ല ഇത്തവണ വന്ന സർക്കാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സംഘങ്ങൾക്ക് മെഷീനുകൾ വിതരണം ചെയ്ത വകയിൽ മെഷീനറി കോർപ്പറേഷൻ നൽകാനുള്ളത് 18 കോടിയാണ്. കയർത്തൊഴിലാളി പെൻഷൻ കുടിശ്ശിക 12 കോടിയായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിൽ ചെറുകിട തൊഴിലാളികൾ വാങ്ങി വന്നിരുന്ന കയർ പെൻഷൻ ഉൾപ്പെടെയുള്ളവ അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം തുക കടമായി നിൽക്കുമ്പോൾ ഈ 110 കോടി എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു സംസ്ഥാനത്ത് തന്നെ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മളോട് നേരത്തെ സംസാരിച്ച സത്യനേശൻ എന്ന് പറയുന്നത് കയർത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. AITUC-യുടെ പ്രതിനിധിയാണ്, CPI-യുടെ പ്രതിനിധിയാണ് അദ്ദേഹം തന്നെയാണ് ഇത്രയും വലിയൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബഡ്ജറ്റിന് പിന്നാലെ ഇന്നിപ്പോൾ ആലപ്പുഴയിലെ കയർത്തൊഴിലാളികൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതിൽ തന്നെ സഹകരണ സംഘങ്ങളെ തീർച്ചയായും, അതായത് ശരണ്യ, ഈ ഇടതുപക്ഷത്തിന് ഏറ്റവും വേരോട്ടമുള്ള ഒരിടമാണ്. അവിടെ തന്നെ ശരണ്യ സൂചിപ്പിച്ചു കഴിഞ്ഞു. തോമസ് ഐസക്കിന്റെയും സുധാകരന്റെയും ഒക്കെ പേരുകൾ പറയുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷമായി ഇടത് സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. ഒരുപക്ഷെ ആ പാർട്ടിയുടെ തന്നെ കേരളത്തിലെ വളർച്ചയ്ക്കൊക്കെ ആക്കം കൂട്ടിയിട്ടുള്ള വലിയൊരു വിഭാഗം, അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടിയുണ്ടല്ലോ അവിടുത്തെ കയർ തൊഴിലാളികൾക്കടക്കം. എന്നിട്ടും ഈ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നത് അവരെ എത്രത്തോളം പ്രത്യേകിച്ച് AITUC പോലെയൊക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളി സംഘടന കൂടി പ്രത്യക്ഷ സമരത്തിലേക്ക് വരുമ്പോൾ അതെത്രത്തോളം അവിടുത്തെ ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ശരണ്യ.
അഭിലാഷ്, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു VSന്റെ കാലഘട്ടം മുതൽ തന്നെ, മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ തന്നെ കയർ തൊഴിലാളികൾ ആലപ്പുഴയിൽ ഏറ്റവും ആവേശകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോരുന്നത്. എല്ലാ വീടുകളും നമ്മൾ ആലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ മാരാരിക്കുളവും ചേർത്തലയും അടക്കമുള്ള മേഖലകളിൽ എല്ലാ വീടുകളിലും ഓരോ കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. അവിടെ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ തെക്കൻ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ തൃക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ കയർ പിരിത്തൊഴിലാളികൾ ധാരാളമായി ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും റാഡും കയർ പിരിക്കുന്ന ചകിരിയും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും. അവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്തരം കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. കയർ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറിയിൽ ഉൽപ്പന്നങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ഇവിടെ അവരുടെ തൊഴിൽ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ വീടുകളുടെ കൂടെയുള്ള ഫാക്ടറികളില്ല. ആ ഫാക്ടറികളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ന്യൂ മോഡൽ, നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചത് ന്യൂ മോഡൽ സൊസൈറ്റിയാണ്. ഏറ്റവും പാരമ്പര്യമുള്ള സൊസൈറ്റിയാണത്. അവിടെയാണ് ഈ ശ്മശാന മൂകതയിൽ 2 തൊഴിലാളികൾ, തറയിൽ ഒരു തൊഴിലാളിയും ഒപ്പം തന്നെ ഈ അവിടെ കയറ് നീട്ടാൻ വേണ്ടി ഒരു വനിത, ഒരു സ്ത്രീ തൊഴിലാളിയും മാത്രം, 2 പേരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതായത് ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഓർഡർ വരികയാണെങ്കിൽ 1, 2, 3 പേർക്ക് ഷിഫ്റ്റിൽ കയറാൻ പറ്റും. അല്ല, ഷിഫ്റ്റ് അല്ല, ആ ദിവസം തൊഴിലെടുക്കാൻ പറ്റും. ദിവസം മുഴുവൻ തൊഴിലെടുത്താൽ 400 രൂപയാണ് അവരുടെ വേതനം എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ആ തുക കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മാത്രമല്ല, ദിവസവും തൊഴിലില്ലാത്ത തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ദിവാൻ ഭരണത്തിനെതിരെ ഏറ്റവും വലിയ സമരം, ഏറ്റവും ശ്രദ്ധേയമായ സമരം കാഴ്ചവെച്ചത് ആലപ്പുഴയിലെ 45,000-ഓളം വരുന്ന കയർ തൊഴിലാളികളാണ്. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന് മുമ്പുള്ള സമരം ഇവിടെ നടപ്പിലാക്കിയത്. അതിനുശേഷമാണ് പുന്നപ്ര വയലാർ അടക്കമുള്ള ഒരു ഏകീകരണ മേഖലയിലേക്ക് വരികയും വലിയ സമരത്തിലേക്ക് പോവുകയും ചെയ്തില്ല. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വേരോട്ടം ഉണ്ടാക്കിയ, അത്രയധികം മുന്നിൽ നിന്ന് നയിച്ച തൊഴിലാളി വർഗമാണ് കയർ തൊഴിലാളികൾ. അവരാണ് ഏറ്റവും കണ്ണീരോടുകൂടി ഈ ഒരു 5 വർഷക്കാലം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. കണക്കുകൾ അതീവ ഗൗരവകരമാണ്. ഇത്രയും കോടി രൂപ ഇവർക്ക് സഹകരണ സംഘങ്ങൾക്ക് നൽകുമ്പോൾ ഓരോ ദിവസം വൈകുന്തോറും ആ സഹകരണ സംഘങ്ങൾ ഈ പണം റൊട്ടേറ്റ് ചെയ്താണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേരുകയും അടച്ചുപൂട്ടലിലേക്ക് പോവുകയും ചെയ്തു. കണ്ണീരോടെയാണ് തൊഴിലാളികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവിടെയാണ് ഇതിൽ ചകിരി ഉൽപാദനത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ 200 കോടി രൂപയെങ്കിലും അതിന് ചകിരി കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. അതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ തെങ്ങിൻ തൈകൾ വെച്ച് ചകിരി ഉൽപ്പാദിപ്പിക്കാനായി കഴിയും. അതിൻ്റെ ഈ ചകിരി മാത്രമല്ല, ചകിരിച്ചോറിനും വലിയ വിപണന മൂല്യമുണ്ട്. ഈ സാധ്യതകൾ മുതലാക്കി CRZ മേഖലകളിൽ തെങ്ങിൻ തൈകൾ സർക്കാർ വെച്ചുപിടിപ്പിച്ചൊരു പാക്കേജ് ഉണ്ടാക്കി ചകിരി ഉൽപ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആശയങ്ങൾ നിലനിന്നിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അപ്പെക്സ് ബോഡിയിലെങ്കിലും, തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിലെങ്കിലും തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. തീർച്ചയായും. അതായത് ബജറ്റിൻ്റെ പിറ്റേ ദിവസം ആണ് ഇവർ വലിയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നത് എന്നത് ഏറെ വേദനാജനകമാണ്. സൂചിപ്പിക്കുന്ന പോലെ ഒരു വലിയ മേഖല തന്നെയാണ് നിശ്ചലമാകുന്നത്. അവർ വലിയ ദുരിതത്തിലാണ് എന്നതാണ്. ഈ വാർത്തയുടെ തുടർച്ച ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ എത്തുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് എന്താണ് ഈ പ്രതിസന്ധി, കയർ മേഖല നേരിടുന്ന പ്രതിസന്ധി എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എങ്കിൽ ഇനി എങ്ങനെയാണ് ഇവരുടെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം, ഏത് രീതിയിലുള്ള പ്രതിഷേധവുമായുമാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നത് വരും ദിവസങ്ങളിലും നമുക്ക് ന്യൂസ് ടെൻസിൽ വിശദമായി ഉൾപ്പെടുത്താം. ശരണ്യ സ്നേഹജൻ ആണ് ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.